ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പരിമിതിക്കിടയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാരി വലിച്ച് വിട്ടേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിൽ ഒരു പക്ഷെങ്കിൽ ഇൻഫർമേഷൻസ് പരിമിതമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം. അതിനുശേഷം വീക്കിലി അനലൈസ് നമുക്ക് ചാർട്ടിൽ എന്താണോ കാണുന്നത് അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. പിന്നെ എന്തായാലും ഈ ആഴ്ച ന്യൂസുകളായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ നയിക്കുന്നത്, ന്യൂസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വെള്ളിയാഴ്ച എന്താണ് മാർക്കറ്റ് സംഭവിച്ചതെന്ന് നോക്കാം. വെള്ളിയാഴ്ച സത്യം പറഞ്ഞാൽ നിങ്ങളെ മാർക്കറ്റ് ഒരു ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു. വളരെ സുന്ദരമായിട്ട് ട്രാപ്പിൽ പെടുത്തി. അതായത് AMO പ്ലേസ് ചെയ്ത എല്ലാവർക്കും വൻ നഷ്ടം ഉണ്ടായി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനിയിപ്പം AMO എടുത്തവരെ പറയുവാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ 2 ദിവസവും AMO എടുത്തവർക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. കാരണം മാർക്കറ്റിൻ്റെ സിഗ്നൽ അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 28-ാം തീയതി ഒന്ന് നോക്കാം. 28-ാം തീയതി എന്താണ്? മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് നേരെ 200 പോയിൻറ്റോളം താഴെ വന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ AMO പ്ലേസ് ചെയ്തവർക്കെല്ലാം നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, വീണ്ടും 28-ാം തീയതി കാര്യം, 29-ാം തീയതി ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് എന്താ സംഭവിച്ചത്? അപ്പോൾ 28 കഴിഞ്ഞു. 27 കൂടെ നമുക്ക് നോക്കാം. 27 നോക്കിക്കേ, നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ, ഓൾമോസ്റ്റ് ഒരു ഗ്യാപ് ഡൗൺ 10-70 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ തന്നിട്ട് അവിടുന്ന് വീണ്ടും ഡ്രാസ്റ്റിക്കായിട്ട് 100-150 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് ഫോളായി. അപ്പോൾ ഇവിടെയും AMO പ്ലേസ് ചെയ്തൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ സിനാരിയോ നമ്പർ 1, സിനാരിയോ നമ്പർ 2, ഈ 2 സിനാരിയോയും മനസ്സിൽ വെച്ചുകൊണ്ട് 3-ാമത്തെ ദിവസം AMO എടുത്തവർക്ക് അവരുടെ ഗതി എന്ന് ആലോചിച്ച് നോക്കുക. മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് 30 പോയിൻ്റ് എങ്ങനെയാണ് ഗ്യാപ് ഡൗൺ ആയിരുന്നു അല്ലേ? ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം എല്ലാവരും വിചാരിച്ച് എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് നല്ലപോലെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ AMO പ്ലേസ് ചെയ്തവർക്ക് എല്ലാം 8ൻ്റെ പണി കൊടുത്ത് ഹ്യൂജ് ഡൗൺ, ഹ്യൂജ് അപ്പ്. അതായത് 470, 570, 100 ഒറ്റ ക്യാൻഡിലെ തന്നെ 100 പോയിൻ്റ് അപ്സൈഡ്. ഓക്കെ, അതിനുശേഷം വീണ്ടും താഴെ ക്ലോസ് ചെയ്തെങ്കിലും വീണ്ടും ഇതിൻ്റെ ടോപ്പിൽ എടുത്തവർക്ക് വീണ്ടും പണി തരത്തക്ക രീതിയിൽ അല്ല, മാർക്കറ്റ് താഴോട്ട് റിവേഴ്സ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വീണ്ടും ഓക്കെ ഇത് റിജക്ഷൻ അല്ലേ, താഴോട്ട് പോകാമെന്ന് വിചാരിച്ചെടുത്തവർക്ക് വീണ്ടും 8ൻ്റെ പണി തന്നുകൊണ്ട് വീണ്ടും ഒരു ഹ്യൂജ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. എവിടെയാണോ ഫസ്റ്റ് ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി. അപ്പം ടോട്ടലി കൺഫ്യൂസ്ഡ് മാർക്കറ്റായിരുന്നു. എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് വളരെ കൺഫ്യൂസ്ഡ് ആക്കിയ മാർക്കറ്റായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇൻട്രാഡേ വൈസിലെ കാര്യം പറയുന്നത്, ഡേ വൈസിലെ കാര്യം പറയുന്നത്. അതിനുശേഷം താഴോട്ട് വന്നു, അവിടെ സപ്പോർട്ട് മേലോട്ട് പോയി. പിന്നെ അവിടുന്ന് പിന്നെ പുറത്തേക്ക് എന്ത് ചെയ്തു? ഡ്രാസ്റ്റിക്കായിട്ട് അരിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് പോരും. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിലൊന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ബോട്ടം, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ബോട്ടം നോക്കി ട്രേഡ് എടുത്തവർക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇവിടെ, പക്ഷേ ഇതൊന്നും ക്യാൻഡിൽ വന്ന് മുട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല ആക്ച്വലി. കാരണം എന്താണ്, നമുക്ക് സപ്പോർട്ട് ലൈൻ അല്ലാതാണ് അവിടുന്ന് കുറച്ച് മേലോട്ട് കയറിയിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. പിന്നെ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. പക്ഷേ ഇത് നമുക്ക് 75%, 80% നമുക്കില്ല, ബോഡി ഇല്ല. അപ്പോൾ ഇവിടെ എങ്ങും നമുക്ക് ബിഗിനറിന് ട്രേഡ് എടുക്കാൻ പാകത്തിലുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഇവിടെ ഒന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് മാറി, പ്രത്യേകിച്ച് കൺഫ്യൂസ് ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ മാറി. ആ സമയം ഇവിടെ നമുക്കുണ്ട് നല്ലൊരു സൂപ്പർ റിജക്ഷൻ ആയിരുന്നു അല്ലേ? ഈ സൂപ്പർ റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫോള് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രാഡേ ബേസിൽ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇൻട്രാഡേ ബേസിൽ പറയാൻ ഈ 2 കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്, അല്ല വേറെ ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല. കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റ് താഴോട്ടൊരു ഫോള് തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ 3-ാമത്തെ ദിവസം ഫോള് തരും എന്നുള്ള പ്രതീക്ഷയിൽ AMO എടുത്തവർക്ക് പണി തന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഓക്കെ, പിന്നെ എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം
ഞാൻ പോളെന്ന് നുഴഞ്ഞൊരു കാര്യം തിരക്കായിരുന്നു. അതാ ഒന്നാമത്തെ കാര്യം. എനിവേ നിങ്ങളെല്ലാവരും പ്രോഫിറ്റിലാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങൾ ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ധാരാളം പേര് സാറേ ആദ്യമായിട്ട് പച്ച കണ്ടു എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഇതും വലിയ പബ്ലിസിറ്റി കൊടുത്ത് നമ്മളിനിയും വെറുതെ 4 പേരെ കാണിച്ച് അങ്ങനെയുള്ള ഷോ കാണിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഞാൻ അതുകൊണ്ട് അത്യം പറഞ്ഞ ഈ പോളെന്ന് ഇടത്തിൻ്റെ കാര്യം അത് എനിക്കറിയാം. നിങ്ങളെ ഓൾമോസ്റ്റ് സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഓരോരുത്തരെയും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും അറിയാം. നമ്മൾ തമ്മിൽ നേരിട്ട് കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരെ കണ്ടിട്ടില്ല. എങ്കിലും മെസ്സേജുകളിലൂടെയും നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്നതിലൂടെയൊക്കെ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരു നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രക്ചർ എനിക്ക് മനസ്സിലാവും. അപ്പം അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏകദേശം ഒരു 80% ആൾക്കാരോളം വിജയത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ തുടർന്ന് പോവുക. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ തുടർന്ന് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് മാർക്കറ്റിൽ ഗ്ലോബലി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു 1-2 ന്യൂസിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഡേ ക്യാൻഡിലോട്ട് വരാം. നമ്മളൊക്കെ ഇപ്പം നിലവിൽ ധാരാളം ന്യൂസുകളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയി അവർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമോട്ടീവിൽ ധാരാളം കൊളാബറേഷൻസ് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ എക്കണോമിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ജപ്പാൻ ഇന്ത്യയിൽ നടത്തും എന്ന് ഒരു ധാരണ ആയിട്ടുണ്ട്. അതിപ്പോൾ ഒന്നോ നാളെ എന്ന് പറഞ്ഞല്ല, പക്ഷേങ്കിൽ ഗ്രാജുവലി അവർ നടത്തും എന്നാണ് തമ്മിലുള്ളൊരു തീരുമാനം. അതിനുശേഷം മോദി ചൈനയിൽ നമ്മുടെ ഷീ ജിൻപിങ്ങിനെ കാണുന്നു. ഓക്കെ, 7 വർഷത്തിന് ശേഷമാണ് അവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പലതും പ്രഖ്യാപിക്കപ്പെടും എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് നമുക്കുള്ള റെയർ എർത്ത് മിനറൽസ്, ഓക്കെ, അതിൻ്റെ ആ കാര്യത്തിന് അതിലൊരു തീരുമാനം ഉണ്ടാകും. മേ ബി നമുക്ക് വീണ്ടും നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള ഫ്ലോ അവർ വീണ്ടും പുനഃസ്ഥാപിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു റെയർ എർത്ത് മിനറൽസിൻ്റെ ആ ഒരു ബാൻ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്കണോമിക്ക് നല്ലൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും അത്. അപ്പം അങ്ങനെയാകുമ്പം നമ്മുടെ പ്രത്യേകിച്ച് ഓട്ടോ സെക്ടർ, സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പം ധാരാളം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട കമ്പനികളൊക്കെ പറവറക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്തിൽ വേറൊരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, പട്ടി കടിക്കാനായിട്ട് ഓടിക്കുമ്പം മരത്തെ കയറാൻ അറിയാൻ വയ്യാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും, ആ സമയത്ത് ചാടി എന്ത് ചെയ്യും, മരത്തെ കയറി. എങ്ങനെ കയറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയത്തില്ല എങ്ങനെ കയറിയെന്ന്. പക്ഷേങ്കിൽ അപ്പം നമ്മുടെ ജീവിതത്തിലായാലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ആവുന്ന മണി 56 നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വഴികളും നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ ഇതേ സിറ്റുവേഷനാണ് ഇന്ത്യക്കും. ഇപ്പോൾ ഇന്ത്യ ഒരു ക്രൈസിസിൽ പെട്ടു. ഓക്കെ, അപ്പോൾ ആ ക്രൈസിസിനകത്ത് നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നതിനെപ്പറ്റിയാണ് കൂലങ്കഷമായിട്ട് എല്ലാ രീതിയിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് കടന്നേ ഒക്കത്തുള്ളൂ. കാരണം എന്നും കൊന്നും അമേരിക്കയെ ആശ്രയിച്ചിരിക്കാൻ പറ്റത്തില്ല. അമേരിക്ക ലോകശക്തിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മുടെ യൂട്യൂബിനകത്തിലൊക്കെ യൂട്യൂബർമാർ തള്ളി മറിക്കുന്ന പോലെ ട്രംപ് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു, മോഡി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇതൊക്കെ വെറും നമ്മൾ ചുമ്മാ അതൊന്നും വിശ്വസിക്കില്ല. അട്ടർ ഫോളിഷ്നസ് ആയി പറയുന്നതൊക്കെ. നമുക്കൊരിക്കലും എന്താ പറയുന്നത്, അമേരിക്കയോട് യുദ്ധം ചെയ്തോ അല്ലെങ്കിൽ അമേരിക്കയോട് അവരോട് മത്സരിച്ച് അവരെ ജയിക്കാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മളത് ആദ്യം ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് ചുമ്മാ യൂട്യൂബർമാർ പറയുന്ന ഈ ക്യാപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ചിരി വരും. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ പഴമ നമ്മുടെ എന്താ പറയുന്ന ഒരു പഴയ തത്വം കേട്ടിട്ടില്ലേ, നമ്മളേക്കാൾ ബലഹീനനാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക. ഓക്കെ, നമുക്ക് സമാസമന്മാരാണെന്നുണ്ടെങ്കിൽ സമവായമാണ് അതിനകത്തിൽ നല്ലത്. നമ്മളേക്കാൾ പ്രബലനാണെന്നുണ്ടെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം എന്താ, അവനോട് യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കുന്നില്ല അറിയാം. അപ്പോൾ അതിന് വേറെ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. അതാണ് സമന്മാരുമായിട്ടൊക്കെ ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നു നിൽക്കുന്നവരോട്ടാണ് യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. സമന്മാരായിട്ടാണെങ്കിൽ സമവായം. അല്ല, മുകളിലോട്ട് നിൽക്കുന്നവനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മുകളിലുള്ളവനാണെന്നുണ്ടെങ്കിൽ അവനെ തന്ത്രത്തിൽ എങ്ങനെ പെടുത്തി നമ്മളുടെ കാര്യം നടത്തുക എന്നുള്ളതാണ്. ഇവിടെയാണ് മോദി ആ തന്ത്രങ്ങളിലൂടെയും പ്രയോഗിക്കുന്നത്. അപ്പം ഇപ്പം റഷ്യ, ഇന്ത്യ, ചൈന ഒരു ബെൽറ്റ് രൂപപ്പെട്ടു.
അല്ലേ? അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം അത് ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഇതിനകത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പം, അതായത് നമ്മളുടെ ചൈന, റഷ്യ, ഇന്ത്യ ഒരു ബന്ധം, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞപ്പം അത് ഒരു പക്ഷെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇന്ത്യയും ഒരു പടി കൂടെ മുന്നോട്ട് കയറാൻ, ലോക ശക്തിയിൽ ഒരു പടി കൂടെ മുന്നോട്ട് കയറാൻ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇന്ത്യയെ അത് സഹായിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ എക്കണോമിയിൽ പ്രതിഫലിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വളർച്ച ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വളരും, ഇൻവെസ്റ്റ്മെൻറ്റ് കടന്നു വരും. അപ്പം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എന്താ വിശ്വസിക്കുന്നത്? അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് എപ്പോഴും ഒരു സേഫ് സോണാണ് വേണ്ടത്, അല്ലേ? ഒരു സേഫസ്റ്റ് പ്ലേസാണ് വേണ്ടത്. അപ്പോൾ ഇന്ത്യ അതൊരു സേഫസ്റ്റ് പ്ലേസാണ്. ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തകരത്തില്ല എന്ന് ഇൻവെസ്റ്റേഴ്സിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഫണ്ടുകൾ ധാരാളം നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. അവിടെയാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റിനെ കാണാൻ. അല്ലാതെ ഇപ്പം പൊട്ടിത്തകരും അല്ലേ പോവും നമുക്ക് അങ്ങനെയൊന്നും അല്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുമ്പം, ഈ ന്യൂസുകളോട് ബന്ധപ്പെട്ട നമ്മൾ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക, എന്താണ് സംഭവിക്കുന്നത്. പിന്നെ അമേരിക്കയെ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും, പല രീതിയിൽ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റാഴികയൊന്നുമല്ല. പക്ഷേങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ തന്ത്രത്തിലൂടെ പുറത്ത് കടക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ആരെ പിണക്കാനൊന്നും പറ്റത്തില്ല, അവരെ പിണക്കി നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ അപ്പോൾ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പം ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ചാർട്ട് അനലിസ്റ്റിലോട്ട് വരാം. ഇപ്പോൾ ഇത്രയും ഞാൻ വലിയ ലോകപരിജ്ഞാനമുള്ള ആളൊന്നുമല്ല. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ശരിയാകാം തെറ്റാകാം, അത് കാലം തെളിയിക്കും. എനിവേ നമുക്ക് ഡേ ചാർട്ടിലോട്ട് വരാം. എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഡേ ക്യാൻഡിൽ നോക്കിക്കുക, വരെയൊന്നും കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നോക്കിക്കുക, വീക്കിലി ബേസിസിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ നിലവിൽ നിഫ്റ്റി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഒരു സൂപ്പർ റിജക്ഷനോടുകൂടെ ഒരു റിജക്ഷനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ? നല്ല റിജക്ഷൻ, മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ള പ്രതീതി വരുത്തി തീർത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് നിലവിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഇതിനകത്തൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതുപോലൊരു സൂപ്പർ റിജക്ഷൻ, അപ്പോൾ ഇതിനർത്ഥം ഇൻഡിക്കേഷൻ തന്നെ മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് വരും, അതൊരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കുക, ഇത് ഏകദേശം ഒരു മാസം മുന്നേ ഉള്ള ക്യാൻഡിലാണ്. ഏകദേശം ഇതെന്നാണ് ഓഗസ്റ്റ് 12 ഇതുപോലെ തന്നെ ഇതേമാതിരി ഒരു ക്യാൻഡിൽ ഇവിടെ രൂപപ്പെട്ടു, ഇല്ലേ? അതിനുശേഷം പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് സെറ്റപ്പാണ് ഉണ്ടായത്. അതിന് അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പാണ്, ഒരു പോസിറ്റീവാണ്. അതിനുശേഷം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോടെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇതൊരു സെയിം സിനാരിയോ ആണ് ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നിലവിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. കാരണം ഡേ വൈസിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് നിൽക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഏറ്റവും പ്രീവിയസ്ലി വന്നുണ്ടായിരിക്കുന്നൊരു ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് 24,332. മാക്സിമം മാർക്കറ്റ് താഴോട്ട് പോയാൽ 24,236 മാക്സിമം താഴോട്ട്, ഈ വീക്കിലെ കാര്യം പറയുന്നത്. മാക്സിമം താഴോട്ട് പോയാൽ 24,236. ഇവിടെ പ്രീവിയസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 24,426 മുതൽ 24,236 വരെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, ഒരു ക്രൂഷ്യൽ ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പലപ്പോഴും ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ 24,400 എന്നുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പലപ്പോഴും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇവിടെ നിന്ന് പ്രീവിയസ്ലി ഇവിടെ വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന ശേഷം റിജക്റ്റ് ചെയ്ത് പോയി, അല്ലേ? ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ റിജക്ഷൻ ഏരിയ ആണ്. ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിജക്ഷൻ ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് ബോട്ടം 24,336. ഓക്കെ, ഒരു ബോട്ടം 336 ഒരു ബോട്ടം കാണുന്നത്. അതിനും താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 336. ഓക്കെ, അതിനുശേഷം താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 24,236. ഈ 24,236 താഴെ മാർക്കറ്റ് പോയാൽ ഒരു നല്ല ഫോൾ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഒരു നല്ല ഫോൾ കാണേണ്ടി വരും. പക്ഷേങ്കിൽ അതങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ഇവിടുന്ന് പലപ്പോഴും റിവേഴ്സ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്രം ഇവിടെയും ആവർത്തിക്കും എന്നാണ്
ഞാൻ കരുതുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇൻട്രാഡേ വൈസിൽ 24,340 വരെ പോയിട്ട് അതിനുശേഷം അവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ, ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 24,236, ഓക്കെ, 24,236 അവിടുന്ന് തിരിച്ചൊരു റിവേഴ്സലാണ്. ഇതിന് താഴെ പോയാൽ 24,236 താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞ 23,800, ഓക്കെ, 23,800 ഇവിടെ കിടപ്പുണ്ട്. 23,800 വരച്ചിട്ടേക്കാമേ. 23,800 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. 23,800 പണ്ട് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ കിടന്നോട്ടെ മഞ്ഞ വരാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് നോക്കും. അപ്പോൾ എന്തായാലും മാർക്കറ്റ് പിന്നെ നമുക്ക് അത് മാത്രമല്ല, അടുത്ത ആഴ്ച വേറൊരു പോസിറ്റീവ് വലിയൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ജി എസ് ടിക്കകത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണത്. കാരണം ഏതൊക്കെ പ്രോഡക്റ്റിനാണ് വില കുറയുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ GST കൗൺസിൽ കൂടി അങ്ങനെ അംഗീകാരം അതിൻ്റെ സോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു അടുത്ത ആഴ്ച എക്കണോമിയെ, നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്കിനി 5 മിനിറ്റിൻ്റെ ചാനലിലോട്ട് വരാം. എന്താണ് അടുത്ത ദിവസം തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഞാൻ പറഞ്ഞു, ഈ ട്രെൻഡ് ലൈന് മുകളിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നുള്ളത്. കാരണം ഇവിടെയും പോയപ്പോൾ നമ്മൾ മുകളിലോട്ട് പ്രതീക്ഷിച്ചു മേലോട്ട് പോകുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് തിരിച്ച് അപ്പോഴത്തെ വീണ്ടും തിരിച്ച് കയറി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കറക്റ്റ് മാർക്കറ്റ് 24,402 ആ ഏരിയയിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് നിലനിൽക്കുക 24,402 നിലനിൽക്കുമെന്ന് നോക്കുക. അങ്ങനെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മൾ 24,236 ചിലപ്പോൾ ഒരു പക്ഷേ കാണേണ്ടി വരും. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ വരയ്ക്കാൻ എനിക്ക് വരകൾ നോക്കട്ടുണ്ടോ, വല്ലതും ഉണ്ട് ഇതിനിടയ്ക്ക് വരയ്ക്കാൻ വല്ലതും ഉണ്ടോ? അതാ ഇവിടെ ഒരു വരയുണ്ട്. ഇവിടെ ഈ ഒരു ബോട്ടം തന്നെ നമുക്ക് വരച്ചേക്കാം. 24,338. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതിപ്പോൾ ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്. 24,402 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ 24,338 ടെസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക, ബ്രേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ താഴോട്ട് തന്നെ കിട്ടും. ഇല്ല, ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ പക്ഷേ നാളെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ നോക്കുക. ട്രെൻഡ് ലൈനിന് മുകളിൽ നമുക്ക് ക്രൂഷ്യലാണ്. ട്രെൻഡ് ലൈനിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനിയും നമുക്ക് നോക്കാനുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കിന് ജസ്റ്റ് ഒന്ന് നോക്കി. HDFC വളരെ ശോകമാണ്. ഓക്കെ, ഏകദേശം 950 അതായത് 950 പറയുമ്പോൾ എത്രയാണ്? 1900 അല്ലേ? നമ്മുടെ എല്ലാ സീമുകളും ബ്രേക്ക് ചെയ്ത സാധനം താഴെ പോയിരുന്നു. ഒരു പക്ഷേ ഇനി ഫർദറായിട്ട് HDFC ബാങ്കിൽ ഒരു പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞു പണ്ടത്തെ വടയും ബോണ്ടയും ചായ കാര്യം ഓർമ്മയിട്ടില്ല. ഇതൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാണ് അല്ലേ? ഇത് കഴിയുമ്പം സാധനം താഴെ വരും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാ ലെവലുകളും ബ്രേക്ക് ചെയ്ത് സാധനം താഴെ പോരും. വേണം ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം. ഉണ്ടോ? ഡേ ക്യാൻഡിൽ ഡേ വൈസ് നോക്കാം. ഉണ്ടോ? സാധനം ഇങ്ങ് പോരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 940 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, 940 എന്ത് സംഭവിക്കുന്നു? റിവേഴ്സ് ചെയ്യുമോ ഇല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ICICI ബാങ്ക് ആണെങ്കിലും നല്ല രീതിയിൽ താഴെ വന്നു. ആ മെയിൻ സപ്പോർട്ട് പൊട്ടി നിൽക്കുകയാണ്. ഓക്കെ, അടുത്തത് 1372 പൊട്ടിയാൽ, ഇല്ലെങ്കിൽ തിരിച്ച് ഇതിൻ്റെ മോളി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തന്നെ കയറാനുള്ള സാധ്യതയുണ്ട്. കോട്ടക് ബാങ്ക് നോക്കുകയാണെങ്കിലും ഞാൻ പണ്ടേ പറഞ്ഞു ഓൾ ടൈമിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതേ ഒരു ഫോർമുലയാണ് ഇത് സ്വീകരിക്കുന്നത്. പണ്ട് തൊട്ടേ ഉള്ളതാണ്. 2250 ടു 1600-700 റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു കളികൾ. അപ്പോൾ അത് ശരിക്കും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്സിസ് ബാങ്ക് ഏകദേശം 1050 പണ്ട് ബ്രോക്കർ പറഞ്ഞു. ഓക്കെ, 1050 വരെ വരും എന്നുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. 1045 എത്തി. ഇനി ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമോ? അല്ല, ഇത് ഈ ലൈൻ നിലനിർത്തിയില്ല, ഈ 1060 നിലനിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഇൻഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ
ഒന്ന് കയറി കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്, പക്ഷെങ്കിൽ അതുപോലെ തന്നെ നേരെ തിരിച്ച് താഴോട്ടിറങ്ങിയത് നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഇൻഫീൽ നമ്മൾ കാണുന്നത്. TCS നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നല്ല ഡൗൺ ട്രെൻഡിലാണ്. മേജർ സപ്പോർട്ട് 2935 ഓക്കെ. ഇതൊക്കെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ താഴോട്ട് പോകും, ഇല്ലെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത. ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. റിലയൻസിനെ കൂടെ നോക്കിയേക്കാം. റിലയൻസ് എന്ത് ചെയ്യും? റിലയൻസിൻ്റെ AGM ആയിരുന്നു കഴിഞ്ഞ ദിവസം. നല്ല പോസിറ്റീവ് അപ്ഡേറ്റ്സ് ഒക്കെയാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റിലയൻസ് നിഫ്റ്റിയെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വർഷം ജിയോയുടെ IPO വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു നല്ല ലക്ഷണമാണ്. കാരണം ജിയോയുടെ IPO വരുമ്പോൾ ഒരു പക്ഷേ റിലയൻസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അതിനകത്തിൽ പാർട്ടിസിപ്പേഷനുള്ള പ്രോബബിലിറ്റി ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് മേ ബി ഒരു ബൈ വരാനുള്ള സാധ്യത ഇതിനകത്തിൽ വളരെ കൂടുതലാണ്. ഓക്കെ. വലിയ ഒരു പുതിയ സംരംഭങ്ങളൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലയൻസിൽ ഒരു ബൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ സംസാരിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയോട് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ബെയറിഷാണ്. നല്ല നോക്കി എമണ്ടൻ സ്ട്രോങ് ബെയറിഷാണ്. ഏറ്റവും താഴെ നോക്കിയാൽ 53 വരെയെല്ലാം വരച്ചിട്ടുണ്ട്, ഇനി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. 53,285 സ്ട്രോങ് റിജക്ഷൻ നോക്കി. ഈ ക്യാൻഡിൽ സ്ട്രോങ് റിജക്ഷൻ. ഇതുപോലത്തെ പ്രീവിയസ് ക്യാൻഡിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ. ഇൻട്രാഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം പൊട്ടിച്ച് താഴെ നിൽക്കുകയാണ്. 53,255 പൊട്ടിക്കഴിഞ്ഞാൽ സാധനം താഴോട്ട് തന്നെ വരും. ഓക്കെ. അടുത്തത് മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നല്ലൊരു മേജർ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. 12,452. ഓക്കെ. ഇത് ഇവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് തിരിയും? കഴിഞ്ഞ ദിവസം ഒരു ഷാർപ്പ് റിക്കവറി ഉണ്ടായി, അതിനുശേഷം നേരെ താഴോട്ട് വന്നു. വീണ്ടും ഇവിടും തിരിച്ച് നമ്മൾ മിഡ് ക്യാപ്പിനെ ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ ചുമ്മാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പോസിറ്റീവ് സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ പറക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ശരിക്കും ക്ലോസ്ലി വാച്ച് ചെയ്യുക മിഡ് ക്യാപ്പിനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഓക്കെ. നമുക്ക് ഡേ വൈസിലൂടെ നോക്കിയേക്കാം. മിഡ് ക്യാപ്പ് ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നല്ല ഫോളാണ് കിട്ടിയിരിക്കുന്നത്. സപ്പോസ് ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആണ്. മാക്സിമം 12,352 മേജർ. ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ആ ഒരു പ്രോബബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരാഴ്ച. എനിക്കറിയാം എൻ്റെ ഇൻഫർമേഷൻസ് വളരെ പരിമിതമാണ്, കാരണം എൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എനിവേ അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.